നമസ്കാരം. കോവിഷീൽഡ് കോവിഡ് വാക്സിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് നിർമ്മാതാക്കളായ ആസ്ട്രാസെനക കമ്പനി ആദ്യമായി തുറന്നു പറയുന്നു. UK ഹൈക്കോടതിക്ക് മുമ്പാകെ എത്തിയ പരാതിക്ക് മറുപടിയായിട്ടാണ് കോവിഷീൽഡ് വാക്സിൻ അപൂർവ സാഹചര്യങ്ങളിൽ രക്തം കട്ടപിടിക്കുന്നതിനും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നതിനും കാരണമാകും എന്ന് കമ്പനി അറിയിച്ചത്. TTS അഥവാ ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോമിന് കോവിഷീൽഡ് കാരണമാകാം എന്നാണ് കമ്പനി മറുപടി നൽകിയത്. കമ്പനിയുടെ തുറന്നുപറച്ചിൽ ആശങ്കകൾക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അത്യപൂർവമായി മാത്രമേ ഇത്തരമൊരു പാർശ്വഫലം ഉണ്ടാകൂ എന്നാണ് ICMR മുൻ ശാസ്ത്രജ്ഞനായ ഡോക്ടർ രാമൻ ഗംഗാഖേഡ്കർ പറയുന്നത്. വാക്സിൻ എടുത്തവർ അപകടാവസ്ഥയിലൊന്നുമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. 10 ലക്ഷത്തിൽ 7-8 വ്യക്തികളിൽ മാത്രമാണ് ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോം ഉണ്ടായേക്കാവുന്നത് എന്നും അദ്ദേഹം പറയുന്നു. വാക്സിൻ്റെ ആദ്യ ഡോസ് എടുക്കുമ്പോഴാണ് ഇതിന് സാധ്യത കൂടുതലുള്ളത്. രണ്ടാമത്തേത് എടുക്കുമ്പോഴേക്കും വീണ്ടും കുറയുകയും 3-ാം ഡോസ് സമയമാകുമ്പോഴേക്കും തീരെ കുറയുകയും ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു. വാക്സിൻ്റെ പാർശ്വഫലം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് ആദ്യ 2-3 മാസത്തിനുള്ളിൽ പ്രകടമാകുമെന്നും വിദഗ്ധർ പറയുന്നു. വാക്സിൻ അവതരിപ്പിച്ച് 6 മാസത്തിനുള്ളിൽ തന്നെ TTS എന്ന അപൂർവ പാർശ്വഫലത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞിരുന്നു. ഇപ്പോഴത്തേത് പുതിയ വിവരമല്ല. അടിയന്തര സാഹചര്യങ്ങളിൽ ഗുണദോഷ ഫലങ്ങൾ സംബന്ധിച്ച പഠനം നടത്തുകയും ഗുണവശങ്ങൾ ദോഷവശങ്ങളെക്കാൾ കൂടുതലാണെന്നും തിരിച്ചറിഞ്ഞതിനാൽ മാത്രമേ അനുമതി നൽകുകയുള്ളൂ എന്നും വിദഗ്ധർ പറയുന്നു. ഈ കേസിലും ദോഷത്തേക്കാൾ കൂടുതൽ ഗുണമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. UK നിന്നുള്ള ജാമി സ്കോട്ട് എന്നയാളുടെ പരാതിക്ക് പിന്നാലെയാണ് വിവാദങ്ങൾ ഉയർന്നത്. 2021 ഏപ്രിൽ മാസത്തിൽ വാക്സിൻ സ്വീകരിച്ചതിന് പിന്നാലെ തൻ്റെ മസ്തിഷ്കത്തിന് തകരാർ സംഭവിച്ചെന്നും രക്തം കട്ടപിടിച്ചെന്നും ചൂണ്ടിക്കാട്ടിയാണ് ജാമി പരാതി നൽകിയത്. ഇതോടെ തനിക്ക് ജോലിക്ക് പോകാൻ കഴിയാതെയായെന്നും 3 തവണ താൻ മരണത്തിന് മുന്നിലൂടെ കടന്നുപോയെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരുന്നെന്നും ഇയാളുടെ പരാതിയിൽ പറയുന്നു. തുടർന്നാണ് UK ഹൈക്കോടതിക്ക് മുന്നിലെത്തിയ പരാതിയിൽ വളരെ അപൂർവമായ കേസുകളിൽ TTS അഥവാ ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോമിന് കോവിഷീൽഡ് വാക്സിൻ കാരണമാകാം എന്ന മറുപടി കമ്പനി നൽകിയത്. രക്തം കട്ടപിടിക്കുകയും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇത്. അതേസമയം മേൽപ്പറഞ്ഞ വാക്സിനോ മറ്റേതെങ്കിലും വാക്സിനുകളോ സ്വീകരിച്ചില്ലെങ്കിൽ കൂടിയും TTS ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും കമ്പനി പറയുകയുണ്ടായി. എന്നാൽ വാക്സിൻ്റെ ഫലപ്രാപ്തിയെ ചോദ്യം ചെയ്യാനാകില്ലെന്നും ആസ്ട്രാസെനക അറിയിച്ചിട്ടുണ്ട്. ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ രക്തം കട്ടപിടിക്കുകയും ഒപ്പം പ്ലേറ്റ്ലെറ്റുകൾ അപകടകരമായ രീതിയിൽ കുറയുകയും ചെയ്യുന്നതാണ് TTSൽ സംഭവിക്കുന്നത്. കാലുകൾ, മസ്തിഷ്കം, ശ്വാസകോശം തുടങ്ങിയ ഭാഗങ്ങളിൽ രക്തം കട്ടപിടിക്കാം. കടുത്ത തലവേദന, വയറുവേദന, കാലുകളിൽ വീക്കം, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട്, ആശയക്കുഴപ്പം തുടങ്ങിയവയൊക്കെയാണ് TTSൻ്റെ ലക്ഷണങ്ങൾ.